ഹായ് ഹലോ. തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്ന ലവർ എന്ന തമിഴ് ചിത്രത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മണികണ്ഠൻ, ശ്രീ ഗൗരിപ്രിയ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രഭുറാം വ്യാസ് ഡയറക്ട് ചെയ്തിരിക്കുന്ന പടമാണിത്. മണികണ്ഠൻ എന്നുള്ള ആക്ടറോടുള്ള ഒരു താല്പര്യം കൊണ്ട് ആക്ച്വലി തിയേറ്ററിൽ തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന പടമാണിത്. പക്ഷേ ആ സമയത്ത് എന്തോ കാണാൻ പറ്റിയില്ല. ഇപ്പം ഹോട്ട്സ്റ്റാറിലാണ് ഞാൻ കണ്ടത്. മണികണ്ഠനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഭയങ്കര ലൈവായിട്ട് ചെയ്യുന്ന, ഇതിന് മുന്നത്തെ ആണെങ്കിലും ഗുഡ് നൈറ്റും മറ്റേ ജയ് ഭീം അങ്ങനത്തെ ഈ പടങ്ങളിലൊക്കെ പുള്ളിയുടെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇതിനകത്തും പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത്. ആക്ച്വലി പുള്ളിയുടെ ഇമോഷൻസ് ഒക്കെ പുള്ളി ഭയങ്കര രസമായിട്ടാണ് ഇതിനകത്ത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഇത്തിരി ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, പുള്ളി ഇത്തിരി എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതായത് ചിരി വന്നാൽ ഭയങ്കരമായിട്ട് ചിരിക്കും, സന്തോഷിക്കും, കരച്ചിൽ വന്നാൽ അതുപോലെ പൊട്ടിക്കരയും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് പുള്ളി ചെയ്തിരിക്കുന്നത്. അത്രയും ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്നിരുന്നാലും പുള്ളിയുടെ കുറച്ച് ഇമോഷൻസും ഫ്രസ്ട്രേഷൻസും ഒക്കെ സ്ക്രീനിൽ കൊണ്ടുവരുന്നത് ഭയങ്കര രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ലവ് സ്റ്റോറി എന്നതിലുപരി ഇത് ബ്രേക്കപ്പ് പാച്ചപ്പ് അങ്ങനത്തെ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ഒരു പടമാണിത്. ആക്ച്വലി പടം തുടങ്ങിയ ഒരു ആദ്യത്തെ 10 മിനിറ്റിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിൽ ഈ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്, അതായത് അരുണും ദിവ്യ എന്ന ക്യാരക്ടേഴ്സിന്റെ പേര്, അവരെന്താണെന്നും അവരുടെ വർക്കിംഗ് എന്താണെന്നും അവര് എന്ത് സ്ട്രീമിൽ നിൽക്കുന്നവരാണെന്നും അല്ലെങ്കിൽ ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണ്, എങ്ങനെയുള്ളവരാണ്, ഇവരുടെ ഈ ഒരു ലവ് റൊമാൻസ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പടം പറയുന്നുണ്ട്. അധികം ലാഗ് അടിപ്പിക്കാതെ, ഡിലേ അടിപ്പിക്കാതെ ആ ഒരു മെയിൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബാക്കി പിന്നെ ഇവരുടെ ഈ പറയുന്ന പോലെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ആണ് കാണിക്കുന്നത് മുഴുവൻ. ഈ റിലേഷൻഷിപ്പിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ഈ പടം കാണിക്കുന്നത് മുഴുവൻ. അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുമുണ്ട്. അതായത് കോളേജ് ലൈഫിൽ തുടങ്ങുന്ന ഒരു റിലേഷൻഷിപ്പ് ഇവർ ഒരു 6 വർഷം കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരു ഫേസിലോട്ട് വരുമ്പോൾ, അതായത് നായികയ്ക്ക് ജോലിയുണ്ട്, നായകൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളിക്ക് ഈ ജോലിയെക്കാളും പുള്ളിയുടെ കുറച്ചും കൂടെ താല്പര്യമുള്ളത് ഒരു കഫേ പോലെയൊക്കെ തുടങ്ങാനും ഒരു ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പുള്ളിക്ക് താല്പര്യമുള്ളത്. അപ്പം ആ ഒരു 2 എക്സ്ട്രീംസ് ആണ് ഈ പടം കാണിക്കുന്നത്. അതായത് ഒരാൾ സെറ്റിൽഡ് ആണ്, ഒരാൾ സെറ്റിൽഡ് അല്ല. അപ്പോൾ ആ സെറ്റിൽഡ് അല്ലാത്തതിന്റെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഈ മണികണ്ഠൻ ചെയ്യുന്ന അരുൺ എന്ന കഥാപാത്രത്തിൽ ഒരുപാടുണ്ട്. ആക്ച്വലി പുള്ളിയുടെ കൂടെ പഠിച്ചവരാണേലും അരുണിന്റെ കൂടെ പഠിച്ചവരാണേലും എല്ലാവരും ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സെറ്റിൽഡ് ആയിട്ട് പോകുന്നു. പുള്ളി മാത്രം ഒന്നും ആയില്ല എന്നുള്ളൊരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ പുള്ളിക്ക് ഒരുപാടുണ്ട്. അതിൻ്റെ കൂടെ ആരെങ്കിലും പറയുന്നതിനൊക്കെ ഭയങ്കര പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് നമ്മുടെ ക്യാരക്ടർ. ഈ റിലേഷൻഷിപ്പ് വർക്കാവുമെന്ന് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ വീണ്ടും അടിയുണ്ടാകുന്നു, അത് സോറി പറഞ്ഞ് പാച്ചപ്പ് ചെയ്യുന്നു. ഇത് തന്നെയാണ് കഥ പോകുന്നത്. പക്ഷെ നമ്മളെ ഒരു വിധത്തിലും ഒരു തരത്തിലും മടുപ്പിക്കാത്ത രീതിയിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ആ ഒരു 2-2.5 മണിക്കൂർ നമുക്ക് ശരിക്കും എൻഗേജിങ് ആയിട്ട് തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. നല്ലൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു പടമാണിത്. ആ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു രീതിയാണെങ്കിലും അതിന്റെ ഒരു പ്രസന്റേഷൻ ആണെങ്കിലും ഇവരുടെ പെർഫോമൻസിന്റെ ആ ഒരു ലെവലാണെങ്കിലും എല്ലാം ഭയങ്കര രസമായിട്ട് ഈ നല്ലൊരു ഫ്ലോയിൽ പോകുന്ന ഒരു കുഞ്ഞു പടം. അതിനോട് ടോട്ടലി ബ്ലെൻഡ് ആയി പോകുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു മ്യൂസിക്കും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ബേസിക് ആയിട്ട് ഈ ഒരു പടത്തിന്റെ ഒരു പേസ് തന്നെ ഇങ്ങനെ ബ്ലെൻഡ് ആയി പോകുന്നു. രാത്രിയിലെ ഷോട്ട്സ് ആണെങ്കിലും ഡേ ഷോട്ട്സ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം രസമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ പടത്തിൽ ആക്ച്വലി എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മണികണ്ഠന്റെ പെർഫോമൻസ് തന്നെയാണ്. കാര്യം ആ ക്യാരക്ടർ പോകുന്ന ഓരോ ഇമോഷൻസും അതിൻ്റെതായിട്ടുള്ള അതിന്റെ ആത്മാവ് പോകാതെ അതിനെ പ്രസന്റ് ചെയ്യാൻ പുള്ളി അത്ര കൺവിൻസിങ് ആയിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. നായികയുടെ കാര്യം പറയുവാണെങ്കിൽ ശ്രീ ഗൗരിപ്രിയ വളരെ മനോഹരമായിട്ടാണ് അതും ചെയ്തു വെച്ചിരിക്കുന്നത്. ആ നായിക കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് മനസ്സിലാവും ആളുടെ എക്സ്പ്രഷൻസിൽ വരുന്ന വ്യത്യാസം, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളെ ഡിസ്റ്റർബ്ഡ് ആകുന്നത്, അങ്ങനെ നമുക്ക് ആ ഒരു ചേഞ്ച് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ആ ഒരു ഷിഫ്റ്റ് വളരെ പെട്ടെന്ന് നമ്മിലേക്ക് കൺവേ ആവുന്ന രീതിയിലാണ് പുള്ളിക്കാരി അത് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലൈമാക്സ് ഈ പടം കൊണ്ട് നിർത്തിയതാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. കൂടുതൽ പറഞ്ഞാൽ ശരിയാകത്തില്ല, നിങ്ങൾ കണ്ടു തന്നെ നോക്കുക. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായും കണക്ട് ആവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും അവർക്കൊരു ഇൻഡിപെൻഡന്റ് സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ കുറിച്ചാണ് ഈ ചിത്രം ശരിക്കും പറയുന്നത്. അതായത് എല്ലാവർക്കും അവരവരുടെ സ്പേസ് കൊടുക്കുക. ഓരോരുത്തർക്കും വേറെ ഫാമിലി കാണും, ഫ്രണ്ട്സ് കാണും. അപ്പൊ അവരെ വേറെ ജോലിയും കാര്യങ്ങളും എല്ലാമായിട്ട് രണ്ട് ഇൻഡിപെൻഡന്റ് ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക ഒരു റിലേഷൻഷിപ്പിൽ. അങ്ങനെ ഒരു കാര്യം നോക്കുക, അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. ഇതാണ് ഈ പടത്തിന്റെ ഒരു കോർ. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.